ബജറ്റിലെ ജനത്തിന്റെ പ്രതീക്ഷ എന്താകും? UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് കാത്തിരിക്കുന്ന ജനങ്ങൾ അവർ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിച്ചു. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. അതനുസരിച്ചൊന്നും ഇനി ബജറ്റ് മാറാൻ പോകുന്നില്ല. ബജറ്റൊക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കറുത്ത ബാഗിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇനി അതിന്റെ ഉള്ളടക്കം അദ്ദേഹത്തിന് അറിയായിരിക്കും അല്ലേ? ഒരു കേസ് പറയാൻ പറയുന്നുണ്ട്. പക്ഷേ അതായത് വീടിന് നമ്പർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഒഴിവാക്കൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. വീടിന് നമ്പർ അപ്പോൾ നമുക്ക് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം ഒന്ന് കേൾക്കാം, അവരുടെ പ്രതികരണങ്ങൾ. കാസർഗോഡിൻ്റെ മെയിനായിട്ടുള്ളത് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് ഇപ്പോൾ നമ്മളത് കുറേ വർഷങ്ങളായിട്ട് പകുതിയിലായിട്ട് അങ്ങനെ നിർത്തി വെച്ചുള്ളത്. അതിനായിട്ടുള്ള ഏതൊരു ബജറ്റിൽ ചെറിയ ചെറിയ തുക മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷെ അത് അങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രതീക്ഷ നല്ല ബഡ്ജറ്റായിരിക്കുമെന്ന്, ജനങ്ങൾക്ക് പ്രതികരമായിട്ടുള്ള ബഡ്ജറ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിസന്ധികൾ മധ്യവർഗത്തിൽ നിന്ന് കൊണ്ടുപോകണം. താഴെക്കടയിലെ BPL കുടുംബത്തിനുണ്ട്, മേലേക്കടയിലുണ്ട്, താഴെ മധ്യവർഗങ്ങളുണ്ടല്ലോ, അവർക്ക് വല്ലതുണ്ടോ എന്ന് പ്രതീക്ഷയുണ്ട്. യാതൊരു പ്രതീക്ഷയില്ല. ഇത് ഇത്രത്തോളം വന്നങ്ങനെയല്ല, ഇനി പിന്നെ എന്താ ഉള്ളത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.